ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റാട്ടോ. സമയം ഉച്ചയായിട്ടുണ്ടെങ്കിലും നോക്കി ഇപ്പോഴും നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോഴാട്ടോ സെറ്ററിൽ നിന്ന് ഒന്ന് മാറിയിട്ടില്ല. ഇത്ര നേരം സെറ്റർ ആയതുകൊണ്ട് അവൾക്ക് ചൂടെടുക്കുന്നു പറഞ്ഞ് പൊതുവേ നമ്മുടെ ആവണിക്കുട്ടിക്ക് സെറ്റർ ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മുടെ നിർബന്ധത്തിന് അവൾ ഇടുന്നതാട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും കേട്ടോ, മടുത്തു, ചൂടെടുക്കുന്നു മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ സെറ്ററൊക്കെ ഊരിയത് അല്ലേ? നല്ല തണുപ്പുണ്ടോ? ചൂടായതുകൊണ്ട് എന്ത് സെറ്റർ ഊരിയോ? പറഞ്ഞു കൊടുക്ക്. അമ്മ ഊരി തന്നോ? അമ്മേൻ്റെ അടുത്ത് ഊരാൻ പറഞ്ഞില്ലേ വാവാ? ഇപ്പൊ എവിടേക്കാ പോയേ? മണ്ണ് നമ്മുടെ ചെടിയത്തെ മണ്ണ് കളയണ്ട അവിടേക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ ടാറ്റ പോയിട്ട് വന്നിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ പോയെന്ന് പറഞ്ഞു കൊടുത്തേ. ടാറ്റ പോയി. എന്തിനാ പോയേ? തമ്പായി എടുത്തല്ലല്ലോ പോയേ. അപ്പൊ അങ്ങനെയല്ലേ പോയേ. അപ്പം നമുക്കിവിടെ ഈ അതായത് 2 മണിയൊക്കെ ആ ഒരു ടൈമിലാട്ടോ നമ്മുടെ ഇവിടെ മാവേലി വണ്ടി വരാറുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം 2:30 ആവാനായിട്ട് നമ്മൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. നമുക്കിവിടെ അടുത്ത് തന്നെയാട്ടോ വരാറുള്ളത്. നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അതേപോലെ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കുട്ടി സെറ്റാക്കി വെക്കാണ്ട്. അപ്പം എന്നാലും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ആവണിക്കുട്ടി ഇപ്പോൾ തന്നെ ഈ ചെടിയുടെ കാര്യം തീരുമാനമാക്കും തോന്നുന്നു കേട്ടോ. ആ എന്തേ? അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ ഉച്ച ടൈം ആയതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ 1:30 ആയപ്പോഴത്തേനും കഴിഞ്ഞു. പിന്നെ 2 മണിക്കാണല്ലോ വരിക. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ വാങ്ങിച്ച് നമ്മൾ നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ കാർഡ് കൊണ്ടുപോകണ്ടോ, അതേപോലെ തന്നെ കാർഡും കവറും കൊണ്ടുപോകണ്ടോ. എന്നാലും നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടുമല്ലോ കേട്ടോ. കവർ നമുക്ക് അവിടെ തരില്ല കേട്ടോ. എന്നാലും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കവർ സംഭവങ്ങളൊക്കെ ആയിട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാട്ടോ നമ്മളിപ്പോൾ വാങ്ങിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ മുളകാട്ടോ, നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ആട്ടോ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാട്ടോ. നമ്മുടെ കാശ്മീരി ഇല്ല, അതല്ല, നമ്മുടെ നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വെയിൽ കിട്ടുവാണെങ്കിൽ നല്ല ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വെയിലെത്തിട്ട് ഒരു വെയിൽ കൊണ്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളൂ കേട്ടോ. അത് നമുക്ക് ഉണക്കിയിട്ട് പൊടിപ്പിക്കാനുള്ളതാണ്. നമ്മളെപ്പോഴും ഇതേപോലെ മാവേലിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് തന്നെ കേട്ടോ മുളകൊക്കെ വീട്ടിൽ പൊടിപ്പിക്കാറുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. മറ്റേത് എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കുറവുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എരിവുള്ള ഐറ്റത്തിൽ തന്നെ നമുക്ക് തുടങ്ങാതെ. നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ട് നേരിതാ കാണിച്ചു തരാൻ പറ്റുള്ളൊരു എന്താ പറയുക, ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുളകൊക്കെ ഇപ്പോൾ മിക്കവാറും ഇവിടെ ശരിയാക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്. അതേപോലെ 2 സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എണ്ണ, അതായത് ഓയിലും അതേപോലെ നമ്മുടെ വെളിച്ചെണ്ണ. അത് ഞാൻ ഇവിടെ വെച്ച് ചിലപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കൽ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടെ ഫുള്ള് എണ്ണ കോളാക്കും അവിടെ. അതുകൊണ്ട് അത് ഞാൻ നൈസായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെതാ സോപ്പാണ് ഉള്ളത്. നമ്മുടെ പാത്രം കഴിയുന്ന സോപ്പ്, അതും തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിന് ഒരു പീസ് 10 രൂപ കേട്ടോ വരുന്നത്. നമുക്ക് കടയിലും ഏകദേശം ഈ സെയിം റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ ഗ്രീൻ പീസ്, അത് പച്ചപ്പട്ടാഴി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ സബ്സിഡി ഉള്ള ആ ഒരു ഇതിലാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കാർഡിനും കുറച്ച് സബ്സിഡി ഉണ്ടാവുമല്ലോ. മുളകൊക്കെ 1 കിലോ ആട്ടോ സബ്സിഡി ഉള്ളത്. മുളക് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടത് 1 കിലോ. 1 കിലോ മാത്രമായിട്ട് നമ്മൾ പൊടിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല പിന്നെ നമ്മളത് പൊടിപ്പിക്കാൻ നടക്കേണ്ടത്. അങ്ങനെ ഞാൻ കുറച്ചുകൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കവറുകളൊക്കെ നമുക്കിപ്പോൾ കവറുകൾക്ക് ഭയങ്കര ക്ഷാമം തന്നെ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാരൊക്കെ വരുന്നത് നമ്മൾ കവറുകളൊക്കെ അവർക്ക് കൊടുത്തു വിടുകയുള്ളൂ. അതുകൊണ്ട് കവർ നമ്മൾ കൊണ്ടുപോകും വേണ്ടത്. ഞാൻ എല്ലാ കവറുകളെല്ലാം പാടെ പറ്റിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇതെന്താ സംഭവം നന്നായിട്ട് ആ ചേച്ചി കെട്ടിയിട്ടുണ്ട്. ഇവിടെ കെട്ടുപോലും എനിക്ക് കഴിക്കാൻ കിട്ടുന്നത്. നല്ല ടൈറ്റ് ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. എൻ്റെ പയറാണെന്നാണ് തോന്നുന്നത്. കാണിച്ചു കൊടുത്തോ എന്ത് കഴിക്കണേ? അരിയൊക്കെ വാരി കഴിക്കാന്ന്. അരിയൊക്കെ പച്ചക്കാണോ കഴിക്കണേ? ഗൈസ് ഇത് അരിക്കാൻ കിട്ടുന്നില്ല. എന്തായാലും സംഭവം പയറാണത്. വൻപയറുണ്ടല്ലോ, ചെറിയ പയറാണ്. ചില ടൈമിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ ഇതേപോലെ മാവേലിയിൽ സാധനം വാങ്ങിച്ച സമയത്ത് വലിയ വൻപയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല വലുപ്പം. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചെറിയ വൻപയറാട്ടോ. പക്ഷേ അന്ന് ഇതിൻ്റെ ഒരു 2 ഇരട്ടി ഉണ്ടെന്നാണ് തോന്നുന്നത്. 2 ഇരട്ടി ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരുന്നു. എന്തായാലും അരിക്കാൻ കിട്ടുന്നില്ല. എന്താണ് അരിച്ച് കാണിക്കാറുള്ളത്. പിന്നെ നമ്മുടെ ഉലുവയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർന്നതൊക്കെ ഞാൻ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഞാൻ കൊണ്ടുപോയ കവർ എന്തായാലും തികഞ്ഞില്ല. അതുകൊണ്ട് ആ ചേച്ചി എനിക്ക് 2-3 കവറൊക്കെ എക്സ്ട്രാ തരിക കേട്ടോ ചെയ്തത്. തീരെ നിർത്തിയില്ലെങ്കിൽ ഒരു കവർ തരിക, അല്ലാതെ അങ്ങനെ അവർ തരില്ല കേട്ടോ. നമ്മൾ കവർ കൊണ്ടുപോകണം. ഇതാണ് ഇവിടുത്തെ പോളിസി. പിന്നെ ഇതാ റവ. ഇത് 1 കിലോയുടെ പാക്കറ്റ് ആട്ടോ വാങ്ങിയിട്ടുള്ളത്. വറുത്ത റവ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും നമ്മളിവിടെ ഉപ്മാവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകൂടി ഇത് വറക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ മല്ലി.
മല്ലി 1 കിലോ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് കുറച്ചുണ്ട് പൊടിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടോ. മല്ലി നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ. മല്ലി ഇപ്പോൾ കാണുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയി തോന്നും. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിയാലാണ് നമുക്ക് ഇതിൻ്റെ കളറ് നന്നായിട്ട് അങ്ങനെ ചേഞ്ച് ആവും. കാരണം മണ്ണിൻ്റെ കളർ മൊത്തത്തിലായിട്ട് നല്ല വേസ്റ്റ് നല്ല ചെളിയൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഒരു മല്ലിയിലാണ്. അതുകൊണ്ട് തന്നെ മുളകിനെക്കാളും എനിക്ക് തോന്നുന്നു മല്ലിയിലാട്ടോ കൂടുതലും ചെളി ഇതൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഉണക്കി നമുക്കൊന്ന് പൊടിപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ കാണിക്കാത്ത സംഭവങ്ങളൊക്കെ ആവരിക്കുട്ടി എടുത്ത് നിരത്തിയിട്ടുണ്ട് ഇടുക. കടുകാട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കടുക്. അതേപോലെ തന്നെ ജീരകം ചെറിയ ജീരകമാണ്. വലിയ ജീരകം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അത് എടുത്തിട്ടില്ല. പിന്നെ ചെറിയ ജീരകം അതെന്താ നോക്കട്ടെ അമ്മ കാണിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് നല്ല പൊടിയുപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറ്. കല്ലുപ്പ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ അതായത് തെറിമുളക് എന്നായി വന്നത് പെട്ടെന്ന്. നമ്മുടെ മീനൊക്കെ ഉണ്ടാകുമല്ലോ, മീനൊക്കെ കഴുകുന്ന ടൈമിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ പോകും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യാറ്. പക്ഷേ കറികളിലൊക്കെ കൂടുതലും പൊടിയുപ്പ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായി വരുമല്ലോ. അപ്പോൾ പൊടിയുപ്പാണ് വാങ്ങിയത്. സാഗർ ഗോൾഡ് കേട്ടോ ഈ പൊടിയുപ്പ് വരുന്നത്. ഞാൻ കാണിച്ചു കൊടുത്തു കൈസിനൊക്കെ. ഇതെന്താണ് ഇഞ്ചിയോ? ഈ പെണ്ണിന് ഇഞ്ചി എന്ന് മാത്രമേ അറിയുള്ളല്ലോ. ഇഞ്ചി അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം കേട്ടോ. കറിയിലൊക്കെ ഞാൻ ഇഞ്ചി ഒരു കഷ്ണം പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി നേരെ എടുത്ത് കൊണ്ട് കളയും കേട്ടോ. പിന്നെ ചിലപ്പോൾ അവൾ അതെന്നെ വേണ്ടാന്ന് പറയാം ഫുഡ് തന്നെ. അത് കാണിച്ചു. ജീരകം ഇതെന്താണ്? ഇത് ഇഞ്ചിയാണോ ഇവിടെ തന്നെ കുട്ടി? ഇതാ ചെറുപയറാട്ടോ. നമുക്ക് ചെറുപയർ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ചെറുപയർ കഞ്ഞിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ചെറുപയറൊക്കെ 1 കിലോ ആയിട്ടുള്ളത്. നല്ല കളറുണ്ട് കേട്ടോ ചെറുപയറും. ഇത് കഴുകി കഴിഞ്ഞാൽ സെയിം അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ. അത്യാവശ്യം ചെളി ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴുകിയിട്ട് യൂസ് ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. അത് അമ്മ കാണിച്ചു കൊടുക്കാത്തതാണോ? നോക്കട്ടെ. കാണിച്ചു കൊടുത്തില്ല. എന്താ മുതിര. പിന്നെ നമ്മൾ മുതിര കേട്ടോ. നെക്സ്റ്റ് മുതിര പറഞ്ഞു കൊടുക്ക് ഗൈസിന് പറഞ്ഞു കൊടുത്തേ. മുതിര മുതിര പഠിച്ചു. ഉപ്പ് കാണിച്ചു കൊടുത്തോ? വായുന്നത് എന്താ? അരിയോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇവിടെ മിക്കവാറും കമ്പെടുക്കേണ്ടി വരും. മുതിര നെക്സ്റ്റ് നല്ല മുതിര കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് രാവിലത്തേന് മിക്ക ദിവസങ്ങളും നമുക്കാണെങ്കിൽ ഇവിടെ പണിക്ക് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ആയിട്ട് കുറേ പേരുണ്ടാവുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. വിസിൽ അതായത് കുക്കറിലിട്ട് വിസിലടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിലൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്നതല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. നമുക്ക് കറക്റ്റ് ടൈമിൽ. അതുകൊണ്ട് നമുക്കൊക്കെ വെക്കുന്നതിന് അതേ സംഭവം നമുക്ക് വെള്ളം കിട്ടും. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാണിച്ചു കൊടുക്കും. ഇവിടെ എന്ത് ഈ ചാക്കിനുള്ളിൽ കയറ്റിയെടുത്തേ അരി അമ്മ കാണിച്ചു കൊടുക്കുക. ലാസ്റ്റ് കാണിച്ചു കൊടുക്കാം നമുക്ക് അരി. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ വെള്ളക്കടലയായിട്ടുള്ളത്. 2 ടൈപ്പ് കടല വാങ്ങിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇതാ വെള്ളക്കടലയാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 1 കിലോ തന്നെയാണ്. അയ്യോ അരി കളയണ്ടേ? വേണ്ട അമ്മ വടി എടുക്കണോ? വടി വേണോ? അത് ഒതുങ്ങി ഇതിലെടുത്തിട്ട് അതിന് നമുക്ക് ചോറ് വെച്ചിട്ട് തരാം. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് വെള്ളക്കടല, നമ്മുടെ കറുത്ത കടല കേട്ടോ. ഇവിടെ ഏതിന് വെള്ളക്കടല കറി വെച്ചാൽ അത്ര ഇഷ്ടമില്ല കേട്ടോ. ഈ കടലയാണ് കുറച്ചുകൂടി ഇഷ്ടം. അത് 2 കടലയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ സാധാ കടലുണ്ടല്ലോ ഇതാട്ടോ ഇഷ്ടം. സൂപ്പ് കാണിച്ചു കൊടുത്തു. ഇത് എന്താ കടല? പറഞ്ഞു കൊടുക്കും. കടല വാങ്ങിന്ന് പറ. കടല അവിടെ നോക്കി പറ. കടല തിന്ന കേട്ടോ. ആള് നല്ല ഹാപ്പി ആയിട്ട് ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ഇതിലൊന്നും ഇട്ട് കൈയൊക്കെ ഇട്ട് കളിക്കാനൊരു പ്രത്യേക സന്തോഷമാണ് ഈ ഒരു പ്രായത്തിൽ. ഇതെന്താ അമ്മ കാണിച്ചു കൊടുക്കട്ടെ. കടല കാണിച്ചു കൊടുത്തു. ഇതെന്താ നോക്കട്ടെ. എല്ലാം സെയിം, അതായത് സെയിം ആയിട്ടുള്ള കളറിലും അതേപോലെ തന്നെ സെയിം ടൈപ്പിലുള്ള കവറെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ കിട്ടിയ കവറെല്ലാം എടുത്തിട്ടാട്ടോ പോയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കവറൊക്കെ ആകുമ്പോഴേ കെട്ടിക്കഴിഞ്ഞാൽ അഴിക്കാൻ കുറച്ച് വേണമല്ലോ. പിന്നെ ഇതാ നമുക്ക് പരിപ്പാട്ടോ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനത്തെ പരിപ്പിനേക്കാളും ഇഷ്ടം, അതായത് ഈ ഒരു പരിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേവാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് അധികം ടൈം എടുക്കും ഈ ഒരു പരിപ്പ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാട്ടോ വയ്ക്കാറുള്ളത്. വലിയ പരിപ്പാണ്. മറ്റേ ചെറിയ പരിപ്പുണ്ട്, അതാണെങ്കിൽ പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പരിപ്പ്. അതെന്താ അമ്മ കാണിച്ചു കൊടുക്കുക. അത് കെട്ടട്ടെ. അപ്പം ഞാൻ കെട്ടില്ലായിരുന്നു, നമ്മുടെ ആൺകുട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് നടക്കാറ്. അതൊക്കെ നമുക്ക് ഇപ്പം തന്നെ ബോക്സുകളിലാക്കിയിട്ട് വെക്കാനുള്ളതാണ്. കുട്ടി ചിലപ്പോൾ കണ്ണി വെച്ചിട്ട് ചിലപ്പോൾ എല്ലാം വന്നിട്ട് താഴും.
ആ ഇത് നമ്മുടെ എന്താ, ഇത് പഞ്ചസാര പറഞ്ഞോടത്തെ. ഇതെന്താ ഇന്ന് നല്ല ഹാപ്പി ആണല്ലോ. ചെറിയ തരിയുള്ള പഞ്ചസാര, ചില ടൈമിൽ വലിയ തരിയായിരിക്കും കിട്ടുന്നത്. എന്തായാലും നല്ല നൈസ് ആയിട്ടുള്ള തരിയാട്ടോ പഞ്ചസാരക്ക്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കഴിഞ്ഞോളൂ പന്ന കഴിഞ്ഞു. അപ്പൊ ഇത്രയും സാധനങ്ങളാട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഇത് പഞ്ചസാര എടുത്ത് കളയല്ല, നമ്മൾ നേരെ കെട്ടിയിട്ടില്ല. കടല അമ്മ കാണിച്ചു കൊടുത്തു. ഒന്നോ ഞാനിപ്പോൾ ഉറങ്ങിക്കെടുക്കാന്നാണ് വിചാരിച്ചിരുന്നു. ഉറങ്ങിക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൈസിന് കാണിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അവരെയും കൂടി കൂട്ടാൻ തോന്നുന്നു. പിന്നെ നമുക്ക് അരി ജയരി ആട്ടോ കിട്ടിയിട്ടുള്ളത്. ജയരി അത്യാവശ്യം നല്ല സമയം എടുക്കട്ടെ വേവാൻ വേണ്ടിയിട്ട്. ഒരുപാട് വിറക് വേണ്ടതാണ് ജയരിയൊക്കെ വേകാൻ വേണ്ടിയിട്ട്. 4 കിലോ കേട്ടോ നമുക്ക് ജയരി ഉള്ളത്. 4 കിലോ പറ 4 കിലോ. ആ 9 കിലോ ഉണ്ട് ഇതില്. പിന്നെ കൂടി കയറ്റി ഇരുത്താം, അപ്പം 9 ആവും. നമുക്ക് എല്ലാം കാണിച്ചു കൊടുത്തില്ലേ? എല്ലാം കാണിച്ചു കൊടുത്തോ. പിന്നെ നമുക്ക് 2 ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നല്ലോ, ഓയിലും അതേപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് സബ്സിഡി ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് മാവിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. 300 സംതിങ്ങിനാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് 319 അങ്ങനെ എന്തോ റേറ്റ് ആട്ടോ. മൊത്തത്തിൽ ഒരു ബില്ലുണ്ട്. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സെപ്പറേറ്റ് ചോദിച്ചു. എന്നാലും ഇത് തോന്നുന്നു 300 സംതിങ് ആണ്. എന്നാൽ കടയിലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ മാവിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് 2 മാസത്തേക്കുള്ള സാധനങ്ങൾ ഇനി പുറത്തുനിന്ന് വാങ്ങിക്കാതെ കൊടുക്കരുത്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും അത് അമ്മ കാണിച്ചു കൊടുത്തു പോന്നാ. ഇത് കടുക് പോയി കഴിഞ്ഞാൽ പെറിക്കാൻ പോലും കിട്ടില്ല. നമുക്ക് എന്താ പാത്രത്തിലിടുമ്പോഴേ പൊട്ടിക്കാം. ഓക്കെ ഒരു ഉമ്മതാ. മിടുക്കി. അപ്പൊ ഇത്രയും സാധനങ്ങളാണോ നമ്മളിപ്പോൾ മാവേലി പോയിട്ട് വാങ്ങിയിട്ടുള്ളത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് കാർഡ് കൊണ്ടുപോയിട്ട് ഒരു കാർഡിന് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. കാരണം എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ചില സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും പറയട്ടെ അമ്മ. ചില സമയത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുത്തു. ഉപ്പ് കൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇത്. ഉപ്പ് കാണിച്ചു കൊടുത്തു. സന്തോഷമായോ? അപ്പം നമുക്ക് എന്തായാലും ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ബോട്ടിലേക്ക് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് എനിക്കിവിടെ ഇരട്ടി പണിയുള്ളൂ. എല്ലാം പാടെ മിക്സ് ആക്കിയിട്ട് ചിലപ്പോൾ ഈ സാധനങ്ങൾ ഫുള്ള് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആക്കി അവൾ അതിനെ മാറ്റി. കടല ഇതെന്ത് കടല? വെള്ളക്കടല. പറഞ്ഞെടുത്തേ വെള്ളക്കടല. വെള്ളക്കടല. ഓക്കെ. ഇനി ഞങ്ങൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടി അല്ല ഇടാൻ വേണ്ടി ഒരു ബോക്സ് എടുക്കട്ടെ അല്ലേ? കുപ്പിയിൽ എടുത്തിട്ട് വരാം. കുപ്പി എടുത്തിട്ട് നമുക്കിതൊക്കെ കൊത്തി വയ്ക്കാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ പതുക്കെ സോഫയിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ. ആളിതാ കുറച്ച് നേരം അവിടെ കൂടെ നടന്നിട്ട് കുറച്ച് ചെറിയൊരു പണിയൊക്കെ എനിക്ക് തന്നു കേട്ടോ. നമ്മുടെ വെള്ളക്കടല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കടലയുടെ ആ ഒരു പാക്കറ്റ് നേരെ താഴെ ഇട്ടിട്ടു. പിന്നെ ഞാൻ കടല ഫുള്ള് പെറുക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കൂടാതെ ആൾ കുറച്ച് അരിയൊക്കെ അതിൽ വാരിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തട്ടിൽ കുറച്ച് റിസ്ക് ആണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് ജസ്റ്റ് അടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം എടുത്ത് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തോ ഡെപ്പി എടുത്തു. ഡെപ്പി എന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പൊ ഇതേപോലത്തെ കുറച്ച് ബോക്സ് ആണ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ബോക്സ് ആണ് ഞാൻ എടുത്തിട്ട്. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഇടാൻ പറ്റിയ നമ്മുടെ കയ്യിൽ വേറെ ബോക്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ടൈപ്പ് ബോക്സ് എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ടല്ലോ. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാം ഇതിൽ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബോക്സുകളൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആവണിക്കുട്ടിയുടെ കടല പൊട്ടിച്ച് വെച്ചിരിക്കുള്ളൂ. നമുക്ക് ആദ്യം കടല ഇടാം കേട്ടോ. കടല എവിടെ പൊടിച്ചു. അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഒരു സാധനം കാണിച്ചില്ല കേട്ടോ. വേറെ നമ്മുടെ പച്ചരി ഉണ്ട്. നമ്മൾ 3 കിലോ പച്ചരി കൂടി വാങ്ങിയിട്ടുണ്ട്. അത് കാണിക്കാതിരുന്നത് വേറെ ഒന്നും അല്ല. നമ്മുടെ ആവണിക്കുട്ടി അറിയാലോ, ആളുടെ വണ്ടിയിൽ ഡിക്കിയിൽ കൊണ്ടിട്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് പൊട്ടിച്ച് യൂസ് ചെയ്തോ. ഒരു വട്ടം ഞാൻ എടുത്തായിരുന്നു കുറച്ച്. എന്നാലും ഇത് കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കുക ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ ഞാൻ ബോട്ടിലേക്ക് എടുക്കാൻ പോയ സമയത്താണ് കേട്ടോ കണ്ടത് ആളുടെ വണ്ടിയിൽ ഡിക്കിയിൽ നേരെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അമ്മ കൊട്ടോ വാവ കൂട്ടി ഇതൊക്കെ പോകും. ഞാട്ടോ ആൾ പൊട്ടിച്ചത് നേരെ എടുത്ത് താഴെ എടുത്താൽ നോക്കി കവറുകൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാണ്. ബോട്ടിൽ കറക്റ്റാട്ടോ. കറക്റ്റാട്ടോ നമ്മുടെ ബോട്ടിൽ. എന്തായാലും ഉണ്ട് 2-3 കൂടി ഉണ്ട് ഇടാവില്ല. എല്ലാം നമ്മൾ വാങ്ങിയത് ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ എടുത്ത ബോക്സുകൾ കറക്റ്റ് ആയിരിക്കും. കടല എന്ന് പറഞ്ഞു കൊടുക്ക്. എന്തോ ഇവിടെ എന്തൊക്കെ ആക്കുന്ന അറിയില്ല ഗൈസ്. എത്ര നമ്മുടെ ബോട്ടിൽ ഉണ്ടാവും, എത്ര നിലത്ത് പോകുന്നൊന്നും അറിയില്ല. എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് മിക്കവാറും എനിക്ക് 8ൻ്റെ പണി തരാനായിരിക്കും.
പിന്നെ ഒരു രസമാണല്ലോ ആളും ഇങ്ങനെ ഉള്ളപ്പോൾ നല്ല രസമാട്ടോ. അതിന് രണ്ടെണ്ണം എന്തിനാ എടുത്തിരിക്കണേ കയ്യില്? അത് ഇതിലിട്. നൈസായിട്ട് രണ്ടെണ്ണം കയ്യിലെടുത്തിട്ട് അടച്ചോളം പറയുന്നുണ്ട് കേട്ടോ. അടച്ചു. അപ്പോൾ ഇതാ ഒരെണ്ണം നമ്മൾ ഫുള്ളിതാ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കടലയിൽ നിന്നാണേ തുടക്കം ബോട്ടിലിടുന്നത്. നമ്മൾ ആദ്യം കാണിച്ചത് മുളകാണല്ലോ. പക്ഷെ മുളക് നമുക്ക് ഇതിലേക്ക് ഇടുന്നില്ല. കാരണം മുളക് നമുക്ക് എന്തായാലും നാളെ തന്നെ കൊണ്ടുപോയി പൊടിപ്പിക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള മുളക് ഏകദേശം തീരാനായിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ മുളക് പൊടിക്കണം. മുളക് കഴുകി ഉണക്കിയിട്ട് വേണം പൊടിക്കാൻ വേണ്ടിയിട്ട്. പിടിക്ക് ഹെൽപ്പർ ഉണ്ട് നമുക്ക് പിടിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇടാൻ വേണ്ടി പോണത് എന്താ? പട്ടാണി ഗ്രീൻ പീസ് ഇടുവാട്ടോ. അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ബോട്ടിലിൽ. അടക്കി നമുക്ക് കവറുകളൊക്കെ മാറ്റാം. തുറക്കണ്ട അടക്കി നമുക്ക് എടുത്തത് ഇങ്ങോട്ടേക്ക് വെക്കാം. പെട്ടെന്ന് ഇട്. ഇത് നമുക്ക് അടുത്ത് ഏതിടുക? നമുക്ക് വെള്ളക്കടല ഇട്ടു. ഇത് നമുക്ക് ചുമന്ന കടല ഇടാം അല്ലേ? അത് നെക്സ്റ്റ് കാണിച്ചു കൊടുത്തു. അമ്മ കാണിച്ചു കൊടുത്തു. ഇപ്പം അത് താഴെ പോവും. പിന്നെ നിനക്ക് പണിയാവും. പിന്നെ അമ്മ വഴക്ക് പറയും. നമ്മൾ ഇട്ടതൊക്കെ നമുക്ക് മേളിൽ കയറ്റി വെക്കാം. നമുക്ക് കൺഫ്യൂഷൻ ആവും. നീ തുറന്നില്ല. ശരിക്കും നമ്മുടെ ആവണീസിന്റെ വ്ളോഗ് തന്നെ ആയിട്ടോ. നമ്മുടെ ആവണിക്കുട്ടിയുടെ പേരിലാണോ നമ്മുടെ ചാനൽ തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ ആവണിക്കുട്ടി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആവണീസ് വ്ളോഗ് കറക്റ്റ് ആയിരിക്കും. പിടിക്ക. അപ്പൊ കൊട്ടട്ടെ, താഴെ പോകരുത്. താഴെ പോയി കഴിഞ്ഞാൽ അമ്മയും ഭാവി നിന്ന് പെറുക്കേണ്ടി വരും. നിൽക്കുന്നത് ഇങ്ങനെ ഇടാം. അപ്പം പെട്ടെന്ന് ഇടാം. അപ്പോൾ ഗൈസ് കുറച്ചുണ്ട് കേട്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇട്ടത് നിങ്ങളെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അതുപോലെ നമ്മുടെ ആവണിക്കുട്ടിയുടെ വികൃതികൾ കാണുന്നില്ലേ? പറയുമ്പോൾ നമ്മുടെ ആവണിക്കുട്ടിയുടെ വികൃതികളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണെന്ന് അറിയാം. എന്നാലും നമുക്ക് എന്തായാലും ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് ഇടട്ടെ കേട്ടോ. കാരണം കുറച്ചുണ്ട് നമുക്ക് എല്ലാ ബോട്ടിലും ഇടാൻ വേണ്ടി. അപ്പോൾ ലാസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. പോയതൊക്കെ ഇതാ പെറുക്കുന്നുണ്ട് കേട്ടോ. അറിയാം അവൾക്ക്. പോയതൊക്കെ പെറുക്കാനൊക്കെ അവൾക്ക് അറിയാം. മിക്കവാറും പോയത് പെറുക്കി ഇന്ന് മിക്കവാറും കയ്യിലുള്ളത് കളയും താഴെ. വാ നമുക്ക് അടുത്ത് ഇടാം. അതേപോലെ തന്നെ നമുക്ക് സ്പൂണും ഉണ്ട് കേട്ടോ ഇതിലൊക്കെ. നമുക്ക് എടുക്കാനാണെങ്കിൽ ഇപ്പോൾ കടലിലും നമുക്ക് ഇങ്ങനെ സ്പൂൺ ഇട്ട് കാര്യമൊന്നുമില്ല. അല്ലാത്തതിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്പൂണൊക്കെ ഇടാമല്ലോ. പൊടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തേക്ക് ഇടാമല്ലോ. ഉപ്പ് അതുപോലെ തന്നെ ജീരകം അതിനൊക്കെ ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. കടല പരിപ്പ് പയറ് അതൊന്നും അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. മാറിക്കമ്മ പറയട്ടെ. അപ്പോൾ ഞങ്ങൾ കടലയും കൂടി ഇട്ടു അല്ലേ? 2 ടൈപ്പ് കടലയും ഇട്ടില്ല പിന്നെ? വേണ്ട സ്പൂണിൽ ഇപ്പോഴേ വിതരണം ചെയ്യണ്ട. വാ നെക്സ്റ്റ് അടുത്തത് എടുക്ക്. നമ്മൾ വ്ളോഗ് എടുക്കുക കേട്ടോ. അടുത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ 3 എണ്ണമാണ് നമ്മളിപ്പോൾ ബോട്ടിലുകളിൽ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ നെക്സ്റ്റ് അടുത്ത സംഭവങ്ങളും കൂടി ഒന്ന് പെട്ടെന്ന് എടുത്തേ. അതിന് ശേഷം നമുക്ക് കാണാം അല്ലേ? കട്ട് ചെയ്തിട്ട് വരുമോ? വീഡിയോ കട്ട് ചെയ്തിട്ട് വാ. നമുക്ക് അടുത്തതിൽ കാണിച്ചു കൊടുക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ എടുത്തിട്ടുള്ള ബോട്ടിൽസിൽ ഫുള്ള് നമ്മളിതാ ഇതേപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള പയറ് പരിപ്പ് കടല പഞ്ചസാര എല്ലാം നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആളുടെ ത്രാസാട്ടോ ഒരെണ്ണം അളവ് പാത്രം. ഇവിടെ ഭയങ്കര തൂക്കലും അളക്കലൊക്കെയാണേ. തൂക്കി അളന്ന് മിക്കവാറും പഞ്ചസാരയിൽ മിക്കവാറും ചെറുപയറിൽ പഞ്ചസാരയൊക്കെ ഇടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടച്ച് വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സെയിം ബോട്ടിലുകളിലൊക്കെ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള സംഭവങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ബാക്കി നമ്മുടെ ഈ ജീരകം കടുക് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ അല്ലാതെ കുറച്ച് ബോട്ടിലുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബോട്ടിൽസിലും ആക്കി വെച്ചിരിക്കുവാണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി ഇതിലൊക്കെ പേരെഴുതി ഒട്ടിക്കണ്ടോ. കാരണം ബോട്ടിൽസൊക്കെ സെയിം ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേരെഴുതി ഒട്ടിച്ച് സെറ്റാക്കി ഒരു ഓർഡറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ എടുക്കും കൂടി ചെയ്യാമല്ലോ. അടച്ച് സെറ്റാക്കി വെക്കേണ്ടിട്ട് ഞങ്ങൾ പേരൊക്കെ എഴുതി സെറ്റാക്കി വെക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മല്ലി മുളക് നമുക്ക് അധികം വൈകാതെ പെട്ടെന്ന് തന്നെ പൊടിപ്പിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മുടെ മുളകൊക്കെ ഏകദേശം തീർത്ത് തുടങ്ങിയല്ലോ. അതുകൊണ്ട് നമുക്ക് ഒക്കെ ഒന്ന് കഴുകി ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കഴുകി നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പൊടിപ്പിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ
നിങ്ങൾ ഇതേപോലെ മാവേലിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കൂട്ടുകാരാണ്. അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി അതായത് കടയിൽ നിന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ ഇവിടുന്ന് നമ്മുടെ മാവേലിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എനിക്ക് എന്തായാലും പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മാവേലിയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ചിലപ്പോൾ മാവേലി വേണ്ടി നമ്മളിവിടെ ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറ്റുന്ന സമയങ്ങളൊക്കെ പോയി വാങ്ങിക്കാറുണ്ട്. എന്നാലും അപ്പം എന്തായാലും എല്ലാം അടച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമുക്ക് പേര് ചെയ്ത് ഒട്ടിക്കാല്ലേ വാവേ. അവൾ നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബാക്കി ഞങ്ങളുടെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. തൊട്ടടുത്തൊരു ഓളുന്ന ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അതൊന്നും എനേബിൾ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൺ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാനും കൂടി പറ്റും. എന്തായാലും ഞങ്ങളുടെ ബാക്കി പരിപാടികളൊന്നും ചെയ്യട്ടെ. അപ്പോൾ വെയിൽ പോകുന്നതിന് മുന്നേ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തായാലും മുളകും മല്ലൊക്കെ ഒന്ന് കഴുകിയിടാം. ഇവിടെ പഞ്ചസാരയിലാട്ടോ ആളുടെ കൈ. പഞ്ചസാര കുപ്പി ഇന്ന് താഴെ ഇട്ടാ കള്ളച്ചീരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. കള്ളച്ചീരി ചിരിച്ച് വായിക്കുവാണ് അമ്മേനെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷത്തിലേക്ക് ഉണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.